ഹലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ അതിൻ്റെ കൂടെ സിമ്പിളായിട്ടൊരു എഗ് ബുർജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു നീളത്തിലുള്ള വലിയ ഉള്ളി അരിഞ്ഞിട്ടു, ഒരു ചെറിയ പച്ചമുളക് നടുവേ കീറിയിട്ടു, അതിൽ കുറച്ച് കറിവേപ്പിലയും ഒരു ഇത്തിരി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടുത്തു. അപ്പോൾ ഇത് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിന് ശേഷം കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ അത് ഏകദേശം പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് ഒരു അരമുറി തക്കാളി, പഴുത്ത തക്കാളി നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. ആ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 5 കോഴിമുട്ടയാണ് എടുത്തത്. അതെല്ലാം ഒന്ന് പൊട്ടിച്ച് ചെറുതായി ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ആ മുട്ടയൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എഗ് ബുർജി റെഡിയായി. നല്ല മണം വരുന്നുണ്ട്. അതിൻ്റെ ഫൈനലായിട്ട് അതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ തൂവിക്കൊടുത്തു. ഭയങ്കര ടേസ്റ്റായിരുന്നു. എഗ് ബുർജി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു.